മലായിക്കീങ്ങൾ, അർശിന്റെ മലായിക്കീങ്ങൾ അല്ലാഹു തആല വാർഡർ എന്താണ്, ആ തീരുമാനം എന്താണ്, അവർ 7-ാം ആകാശത്തുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. 7-ാം ആകാശത്തുള്ളവർ 6-ാം ആകാശത്തുള്ള മലായിക്കങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വന്നിട്ട് 1-ാം ആകാശത്തിലേക്ക്, അഥവാ മേലെ കാണുന്ന 1-ാം ആകാശത്തിലേക്ക് എന്താക്കും, ആ വിഷയങ്ങൾ വരും. ആ സമയത്താണ് ശൈത്വാന്മാർ, ഒരു കൂട്ടം കത്ത് കേൾക്കുന്ന, രാഞ്ചെടുക്കുന്ന ജിന്നുകള് ആ വിഷയത്തെ എന്താക്കും, കേൾക്കാൻ വേണ്ടി അവർ കാതുകൊടുത്തു നിൽക്കും. അങ്ങനെ അവർ എന്താക്കും, ഏതെങ്കിലും ഒരു വിഷയം കേൾക്കും, സത്യമായ ഒരു വിഷയം കേൾക്കും. അത് കേട്ടിട്ട് അവരെ പൂജിക്കുന്ന, അവരെ സേവിക്കുന്ന ദുനിയാവുള്ള ആൾമാർ അവരടുത്ത് വന്നിട്ട് ഒന്ന് നേരുണ്ടാവും. ആ മലക്കുകൾ പറയുന്നത് ഒന്ന് കേട്ടിട്ടുണ്ടാകും. ബാക്കി കുറെ കളവുകൾ, കുറെ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ടാക്കും കൊടുക്കും. അങ്ങനത്തെ ശൈത്താന്മാരെ തീജ്വാലങ്ങളെ കൊണ്ട് എറിയാനുള്ള മിസൈലുകളാക്കി, കല്ലുകളാക്കി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതാണ് ഇവിടെ കൊറ്റി വീഴുന്നത്. ഞങ്ങൾ കാണുന്ന ആകാശത്ത് എപ്പോഴെങ്കിലും ഒരു കൊറ്റി വീഴുന്നത് കാണാം. ഞങ്ങൾ പറയുന്നത് അത് ഒരാൾ ജനിച്ചതിന്റെ കാരണം കൊണ്ടിട്ടോ അല്ലെങ്കിൽ വലിയ ഒരാൾ മരിച്ചതിന്റെ കാരണം കൊണ്ടിട്ടോ അല്ല. ജാഹിലീങ്ങളായ കാലത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായി. അത് അങ്ങനെ അല്ല, മറിച്ച് കത്ത് കേൾക്കാൻ പോകുന്ന മലായിക്കങ്ങൾക്കുള്ള വിഷയങ്ങൾ, അല്ലാഹു തആല കൊടുത്ത ആ തീരുമാനങ്ങൾ കത്ത് കേൾക്കാൻ പോകുന്ന ശൈത്താന്മാരെ ആറ്റി ഓടിക്കുന്നതാണ് ആ കാണുന്നത്. അതിലേക്ക് പരിശുദ്ധമായ ഖുർആനും തെളിവുണ്ട്. സൂറത്തുൽ ജിൻ എടുത്ത് നോക്കിയാൽ കാണാം, വകാനത്തി ശൈത്വാനു യസ്തരിഖൂന സമഅ മിനസ് സമാഇ ഖബ്ല ബിഅസത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ ഈ ലോകത്തേക്ക് അയക്കുന്നതിന് മുന്നോളൂ ആകാശത്തിലേക്ക് പോയിട്ട് ശൈത്താന്മാർ കത്ത് കേട്ടിരുന്നു. ഫലമ്മാ ബഅസല്ലാഹു നബിയഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമി ലോകത്തേക്ക് അയച്ചപ്പോൾ അർസല അലൈഹിമുശ് ശുഹബ, തീജ്വാലങ്ങളെ, തീപ്പൊരികളെ അവരുടെ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. വസാറു ലാ യസ്തതിഊന ഫിഅല മാ കാനൂ യഫ്അലൂന മിൻ ജുലൂസിഹിം ലിസമാഇൽ ഖബരി മിനസ് സമാഇ. അതായത് മുന്നേ അവർ കേട്ടോണ്ടിരുന്ന ആ കേൾക്കാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥ വന്നു പോയി. എപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന്റെ ശേഷം ആകാശ ലോകത്തേക്ക് പോയിട്ട് ആ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു പോയി. അതിലേക്കുള്ള തെളിവാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ജിൻ. വഅന്നാ ലമസ്ന സമാഅ വവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുബാ വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ വമൻ യസ്തമിഉൽ ആന യജിദ് ലഹു ശിഹാബർ റസദാ. ജിന്നുകൾ പറഞ്ഞ വിഷയം അല്ലാഹു തആല ഖുർആൻ എടുത്തു പറഞ്ഞു. വഅന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുബാ. ഞങ്ങൾ ആകാശ ലോകത്തേക്ക് പോയി, ആകാശത്തെ ഞങ്ങൾ തൊട്ടു സ്പർശിച്ചു. അങ്ങനെ ഫവജദ്നാഹാ, ആകാശെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് മുലിഅത്ത് ഹറസൻ ശദീദൻ, വളരെ ശക്തിയായ മലായിക്കങ്ങളെ കൊണ്ട് കാവൽ നൽകിയിട്ടുണ്ട്. അവിടെ മുന്നത്തെ പോലെ പോകാൻ കഴിയുന്നില്ല. കാരണം എന്ത്? ആകാശ ലോകത്ത് മുഴുവനും വളരെ കഠോരമായ ശക്തിയുള്ള മലായിക്കങ്ങളെ കൊണ്ട് അള്ളാഹു നിറച്ചിട്ടുണ്ട്. വശുഹുബൻ, തീജ്വാലങ്ങളെ, തീപ്പൊരികളെ കൊണ്ടിട്ടും ആകാശത്തേക്ക് അള്ളാഹു നിറച്ചിട്ടുണ്ട്, പോകാൻ കഴിയുന്നില്ല. എന്നിട്ട് പറഞ്ഞു അന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ. മുന്നെല്ലാം നിങ്ങൾക്ക് പോയെങ്കിൽ അവിടെ കത്ത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന പക്കയും തോടെ ജിന്നുകൾ പറയുന്നത് വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ. മുന്നെല്ലാം ആകാശത്തിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് ദഹിക്കൂ, കത്തിട്ട് കേൾക്കൂ, ദഹിക്കുള്ള പക്കയും. പക്ഷേ ഇപ്പൊ അങ്ങനല്ല. വമൻ യസ്തമിഉൽ ആന, ഇപ്പൊ ആരെങ്കിലും കട്ട് കേൾക്കുന്നെങ്കിൽ അത്ര സുലാഭമില്ല. യജിദ് ലഹു ശിഹാബർ റസദാ, തീജ്വാലങ്ങള്, തീപ്പൊരികൾ അതാ ആകാശഭാഗത്ത് വരുന്നു. ഒരാൾക്കും കട്ട് കേൾക്കാൻ കഴിയുന്നില്ല. എപ്പോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനത്തിന്റെ ശേഷം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനത്തിന്റെ ശേഷം ഞങ്ങൾക്കാർക്കും ആകാശ ലോകത്തേക്ക് പോയിട്ട് കട്ട് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം തീജ്വാലങ്ങൾ
ഞങ്ങൾ ആ ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു. അതാണ് കൊറ്റി വീഴുന്നത് കാണുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ ആരെങ്കിലും മരിച്ച കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് ജനിക്കുന്ന കാരണം കൊണ്ടോ അല്ല ആ തീയേറ് നാം കാണുന്നത് എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും അതേപോലെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള ഇത്രയും ധിക്കാരികളാകുന്ന തെമ്മാടികളാകുന്ന ശൈത്താന്മാർക്ക് അല്ലാഹു തആല പറയുന്നു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സർവശക്തനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനത്തെ ശൈത്താന്മാർക്ക് ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ. ദുനിയാവിൽ ഈ നിലക്കുള്ള ശിക്ഷ, ഏത് നിലക്കുള്ള ശിക്ഷ? അത് തീജ്വാലങ്ങളെ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അവരെന്താക്കപ്പെടുന്നു? ആറ്റി ഓടിക്കപ്പെടുന്നു. പിന്നെയോ വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ, ആളിക്കത്തുന്ന തീ നാളെ പരലോകത്ത് അങ്ങനെയുള്ള ശൈത്താന്മാർക്ക് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ആർക്ക്? ഈ രാഞ്ചെടുക്കുന്ന, ഈ കട്ടി കേൾക്കുന്ന ശൈത്താന്മാർക്ക് ആഖിറത്തിൽ വെച്ച് വലിയ ആളിക്കത്തുന്ന നരകത്തെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഐ അഅ്തദ്നാ ലിശ്ശയാത്തീനി ബഅദൽ ഇഹ്റാഖി ബിശ്ശുഹബി ഫിദ്ദുനിയ അദാബിസ് സഈരി ഫിൽ ആഖിറ. അതായത് ഞങ്ങൾ ദുനിയാവിൽ എന്താക്കുന്നു? അവരെ തീജ്വാലങ്ങളെ കൊണ്ട് ആ ശൈത്താന്മാരെ കരിച്ചു കളയുന്നു ദുനിയാവിൽ. പിന്നെയോ ആഖിറത്തിലോ അതാ അവർക്ക് ആളിക്കത്തുന്ന നരകത്തെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് റുജൂമൽ ലിശ്ശയാത്തീൻ, ശൈത്താന്മാർക്ക് എറിയാനുള്ള കല്ലുകളാക്കി എന്ന്. അതായത് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു അന്നൻ നുജൂമ, ഈ കാണുന്ന നക്ഷത്രങ്ങൾ, ഒന്നാം ആകാശത്തെ ഭംഗിയാക്കി ദീപങ്ങളെ കൊണ്ട് പറയുന്ന ആ നക്ഷത്രങ്ങൾ കുല്ലുഹാ കൽ ഖനാദീലി മുഅല്ലഖത്തുൻ ഫിസ് സമാഇ ദുനിയ, ദുനിയാവിന്റെ ദുനിയാവിൽ പള്ളികളിൽ തൂക്കുന്ന ആ ഇതിൽ ബൾബ് പോലെയാണ് ഏത് ആകാശ ലോകത്ത് കാണുന്ന ഈ നക്ഷത്രങ്ങൾ. അത് അതിനെ കുറിച്ച് പറയാൻ പള്ളിയിൽ തൂക്കപ്പെടുന്ന ആ ബൾബുകളെ പോലെയാണ് ആകാശ ലോകത്തുള്ള നക്ഷത്രങ്ങൾ. ആ നിലക്കാണ് ബന്ധിക്കപ്പെട്ടത്. ചില ആൾ പറഞ്ഞു, ചില ഇമാമിങ്ങൾ പറഞ്ഞു, പറയപ്പെട്ടു അന്നഹാ മുഅല്ലഖത്തും ബിഐദിൽ മലായികത്തി, ആകാശ ലോകത്തെ അല്ലെങ്കിൽ ആ ദീപങ്ങളെ അല്ലാഹു തആല അവിടെ സ്ഥാപിച്ചത് മലായികങ്ങളെ കൊണ്ടിട്ടാണ്. ഒരു കൂട്ടം മലായികങ്ങൾ ഈ ആകാശ ലോകത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവർ, അതിന്റെ പണിയെടുക്കുന്നവരുണ്ട്. അവരെ കൊണ്ടിട്ടാണ് ഈ ആകാശ ലോകത്തെ ഉണ്ടാക്കിയത്, അള്ളാഹു നിലനിർത്തിയത്. അതിനൊക്കെ ഖുർആനിൽ തെളിവുമുണ്ട്. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത്, ആകാശം ഛിദ്രമായി പൊടിയായി പോകുന്ന ദിവസം ഖിയാമത്ത് നാൾ. വഇദൽ കവാകിബു തസറത്, നക്ഷത്രങ്ങളെല്ലാം ഉതിരി 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 വീഴുന്ന ആ സമയം. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകളും നദികളും അതാ വെള്ളമില്ലാണ്ട് ഒറ്റിപ്പോകുന്ന ആ ഒരു സമയം. വഇദൽ ഖുബൂറു ബുഅസിറത്, ഖബറാളികളെ ഖബറിനിട്ട് രണ്ടാമത് യാത്രയാക്കപ്പെടുന്ന ആ സമയം. അലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത്, ആ സമയത്ത് എല്ലാവരും അറിയും അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചത്. അഥവാ ആഖിറത്തിൽ അവർക്ക് ദുനിയാവിൽ ചെയ്തതിന്റെ ആ ഒരു ഫലം, ആ ഒരു പ്രതിഫലം, നല്ലവർക്ക് സ്വർഗവും അതേപോലെ വെടക്കുള്ളവർക്ക് നരകവും കൊടുക്കും. അപ്പോൾ എല്ലാവരും അറിയും എപ്പോഴാണ് ഈ നക്ഷത്രങ്ങൾ ഉതിരി വീഴുന്നത്, എപ്പോഴാണ് ഈ ആകാശം പൊട്ടി തകർന്നു പോകുന്നത്. അത് ഇമാമിങ്ങൾ പറഞ്ഞു, അതായത് ഇദൽ കവാകിബു തസറത് അതാലി അൻഇൻതിസാറഹ യകൂന ബിമൗതിൻ മൻ കാന യഹ്മിലുഹാ മിനൽ മലായികത്തി, അതാ ആകാശ ലോകത്തെ അതിന്റെ ഡ്യൂട്ടി എടുക്കുന്ന, അതിന് ചുമന്ന, അതിന് വേണ്ടി അവരെ കയ്യിൽ ഏൽപ്പിച്ച ആ മലക്കുകൾ മരിച്ചാൽ, ആ മലായികങ്ങൾ മൗത്തായാൽ അവർ എന്താക്കും? മരിച്ചു പോകും ആ മലായികങ്ങൾ. അപ്പോൾ ആകാശം തകർന്നു വീഴും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, കടലെല്ലാം ഒറ്റിപ്പോകും. അതാ ഖബറാളികളെല്ലാം ഖബറിട്ട് പുറത്തു വരും. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് മാ അഖറത്,
അവർ ചെയ്തു വെച്ച എല്ലാ വിഷയത്തിന്റെ ആ അനുഭവം അവർ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ മലായികകളെ കൊണ്ടിട്ട് അള്ളാഹു നിർത്തിയിട്ടുണ്ട് എന്നും ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുബെ നമുക്ക് നല്ലത് പറയുവാനും കേൾക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നീട് അല്ലാഹു തആല പറയുന്നത് വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ, അവർക്ക് ആളിക്കത്തുന്ന ശിക്ഷയെ ഞങ്ങൾ ആഖിറത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി പറയാൻ പോകും ഞങ്ങളെ കുറിച്ച്. ഇപ്പോൾ ശൈത്താന്മാരെ കുറിച്ച് പറഞ്ഞു. ഇനി അല്ലാഹു തആല പറയുന്നത് വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നമ വബിഇസൽ മസീർ. ഞങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞു. ഈ നിലക്കുള്ള ശൈത്താന്മാർക്ക് അള്ളാഹു ഈ നിലക്കുള്ള ശിക്ഷ. ഇനി വലില്ലദീന കഫറു ബിറബ്ബിഹിം, മനുഷ്യരാകുന്ന അടിമകള് റബ്ബിനെ കൊണ്ട് അവർ വിശ്വസിച്ചില്ലെങ്കിൽ, ആ റബ്ബിനെ എതിർത്ത് ജീവിച്ചാൽ അദാബു ജഹന്നമ വബിഇസൽ മസീർ. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണവും അർത്ഥവും നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു നമുക്കൊന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാൻ റഹീമായ അല്ലാഹു ഞങ്ങളൊക്കെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ അഫൂ ചെയ്യണം റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹി